ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നടത്തിയ ഒരു 12 ഡേയ്സ് സോളോ ട്രിപ്പിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ നമ്മൾ വിതുരയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എണീച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പൊടിയേക്കാല പേപ്പാറ ഡാം കാണാൻ പോയി. ഡാമൊക്കെ കണ്ട് വന്നതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ സുരേന്ദ്രേട്ടൻ്റെ റിസോർട്ടിൽ പോയിട്ട് ഫുഡ് പാർസൽ എടുത്തിട്ട് അവിടുന്ന് ബോണക്കാട് പോയ ഡീറ്റെയിൽസാണ് ഈ വീഡിയോ കൂടി നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ. പോണേക്കാൻ മുന്നേ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അടിപൊളി ഫുഡ് അവറുണ്ട്, അങ്ങോട്ട് വന്നാട്ടോ. ഹോട്ടൽ ബ്രീസ്. എന്താ റൈസും ബീഫും അല്ലേ? ചോറ് ഇതല്ല, ഒടങ്കല്ല് മുളക്. അത് ശരി. പിന്നെ അമിതിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അമിതിനെ ഞാൻ പരിചയപ്പെടുന്നത് യൂട്യൂബ് വഴിയാണ്. ആളുടെ വീട് വിതുരയിലാണ്, ട്രിവാൻഡ്രം വിതുരയിൽ തന്നെയാണ്. ടൂറിസം പോലത്തെ പരിപാടിയൊക്കെ പുള്ളി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഞാനും അമിതും കൂടി സ്പെൻഡ് ചെയ്തത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ്. ആളെൻ്റെ കൂടെ വന്നതും ഞങ്ങൾ പല സ്ഥലത്ത് പോയതൊക്കെ. നിങ്ങൾക്ക് ട്രിവാൻഡ്രം എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അമിതിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്, ആളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ട്രിവാൻഡ്രം വരണം, ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യണം, ഒരു 4 ദിവസം നിൽക്കണമെങ്കിൽ ഈ വണ്ടിയെല്ലാം ഹാൻഡിൽ ചെയ്യില്ലേ, ഫുൾ പാക്കേജ് ഒരാൾ ചെയ്യും. ജെന്യൂൻ ആയിട്ട് അവൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്യുക. 9562570457. എന്താ പേര് കമ്പനിൻ്റെ? കമ്പനി ഒന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ല. അവൻ ഇപ്പോൾ തുടങ്ങണില്ല. അവൻ എന്തായാലും അത് അവന് ചെയ്യാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. എനിവേ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ. ബോർഡൊന്നും ഇല്ല അല്ലേ? ഇതാ ബോർഡ്. ഇത്രയല്ലേ ബോർഡ്? ബോർഡിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ എത്ര നമ്മൾ ഉള്ളിൽ കൂടി വന്ന വിറകുകള്, കപ്പ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഇങ്ങനെ ഫുഡ് ആവണു. എനിക്ക് വയ്യ, നല്ല വൈബിട്ടാ. കാറിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാ. ഏട്ടോ നമസ്കാരം, ഫുഡ് കഴിക്കാൻ വന്നാ? ചേട്ടൻ്റെ അടുപ്പിൽ സാധനങ്ങൾ റെഡി ആവുന്നുണ്ട്. ഏട്ടൻ തന്നെ ഭക്ഷണം. ബീഫ് ഇങ്ങനെ കാരണം തിളക്കുന്നുണ്ട്. ഇത് എന്തുണ്ടാക്കണ ചേച്ചി? ഉള്ളി എന്തുണ്ടാക്കണ? വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കണ. അടിപൊളി. എന്താ ഏട്ടൻ്റെ പേര്? സുരേന്ദ്രൻ. ഓക്കെ. കപ്പുണ്ട്. എന്താ അങ്ങനെ വേഗം കാര്യം? കപ്പയുടെ പ്രത്യേകത, വേവിക്കുന്ന പ്രത്യേകത. ശരി. ഈ ചൂടില്ലേ, മറ്റേ ഈ വെണ്ണീറില്ലേ, അതിനകത്ത് കപ്പ ഡയറക്റ്റ് കുത്തി വെച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ടോ? അതവിടെ കിട്ടോ? അതെനിക്കൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. യെസ്. ഫുഡ് ഈസ് റെഡി ഗൈസ്. ഫുഡ് ഈസ് റെഡി. നമ്മുടെ ഊണ് റെഡി ആയിട്ടോ. അമിത് കാണിക്കടാ. തണ്ടടേ സിമ്പിൾ ആട്ടോ. ഡെലിവറി പാർസലൊക്കെ ഒറ്റ ടീമാ. അമ്മ പൈസ ഒക്കെ റിസീവ് ചെയ്ത രീതിയൊക്കെ അല്ലേ. നൈസ് നൈസ്. ഓക്കെ കേട്ടോ അഞ്ചി, താങ്ക് യു. കാണാം. ഇത് കാട്ടിൽ പോയിട്ടാണ് കഴിയുന്നത്. കാട്ടിൽ പോയിട്ട്, ഇവിടെ അല്ല, ഫോറസ്റ്റിനകത്ത് പോയിട്ട് അവിടെ നിന്ന് കഴിക്കും. നിങ്ങൾ യൂട്യൂബിൽ വരും ഒന്നും കൂടി. ഓക്കെ എന്ന് പറഞ്ഞേ, ഓക്കെ പറഞ്ഞേ. ഓക്കെ ഓക്കെ ചേട്ടാ. റെഡിട്ടാ. നമ്മൾ എവിടെ പോയിട്ട് കഴിക്കുക? ഫോറസ്റ്റ് പോയിട്ട്, കാട്ടിനകത്ത് പോയിട്ട് ഫുഡ് ഇനി കാട്ടിനകത്ത് പോയിട്ട് കഴിക്കുക. നമ്മൾ ഫുഡൊക്കെ മേടിച്ച് വീണ്ടും ഗോവിന്ദൻ്റെ അടുത്ത് എത്തിയതാ. ഒന്നുകൂടി ഓയിൽ ചെക്ക് ചെയ്തോ. നമ്മളിപ്പോൾ ഓയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവല്ലോ, വെറുതെ നോക്കിയേക്കാം. പിന്നെ നമ്മൾ ആ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഓയിൽ ഇവിടെ തന്നെ ഇരിക്കണം, എടുത്തിട്ടില്ല. തുടച്ചിട്ട് എത്തിക്കോ. ശരിക്കും ഓടി വന്നാലും അറിയില്ല. ഇന്ന് നിർത്തിയിട്ടിട്ട് നാളെ രാവിലെ നോക്കണം. നാളെ രാവിലെ ഇട്ടാലേ, അല്ലെങ്കിൽ തണുക്കണം. ഇതിപ്പോൾ തന്നെ തള്ളി നിൽക്കുകയായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അല്ലാണ്ട് കുറവുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ കയറിയോ. അപ്പോൾ ഓയിൽ റെഡിയാണ്. നമ്മുടെ ആ ബാക്കപ്പ് ഓയിൽ കൂളൻ്റെ എടുത്താ ബോണക്കാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 ബോട്ടിൽ വെള്ളം. അവിടെ വെള്ളം കിട്ടില്ല, കാട്ടിലേക്കല്ലേ. അപ്പോൾ വെള്ളം നമ്മൾ സ്റ്റോക്ക് ചെയ്തു, തുണിയൊക്കെ തോരിയിട്ടു. ഇനി ഇവിടുന്ന് മേടിച്ച് പോവാണ്. ഓക്കെ. എത്ര ചേച്ചി വെള്ളത്തിന്? 60. ആരുമില്ല, നമ്മുടെ ഒരു വണ്ടി മാത്രമേ പോകുള്ളൂ. അതാണ് ടെററായിട്ട് ഫീൽ ചെയ്യണത്. നല്ല നനവുണ്ട് കേട്ടോ. പറയാൻ
നോക്കാം, എന്തെങ്കിലും കാണുമോ നോക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അമ്പലം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ രാവിലെ പോയ സ്ഥലത്ത് ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച, മിസ്സായി പോയി. എന്ത് രസമാണ് നോക്കിയേ. എടാ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആ ഓക്കെ. കാട്ടിനകത്ത് വെറൈറ്റി അല്ലൊരു അമ്പലം. നമുക്ക് നമ്മൾ നോൺ വെജ് കഴിച്ചുകൊണ്ട് ഞാൻ അധികം പോകണില്ല. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാം കേട്ടോ. കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, എന്തോ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. ആംബിയൻസ് ആയിക്കോട്ടോ, നല്ല അസല് കാടാ, ഫുള്ള് ഫോറസ്റ്റാണ്. അതിലൊരു പാറ ഈ സൈഡിൽ കൂടി കുറച്ച് പോയി കാണാൻ, കുറച്ചൊരു ഭാഗം പാറ പോലെ ഉണ്ട്. അതിൽ കുറേ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് അവിടെ നിന്ന് കുഞ്ഞൊരു അമ്പലം, ഒരു ബെല്ലും ഉണ്ട് കണ്ട. ആ ഒരു മുനിയാണ് കേട്ടോ, ശരിയാ, അഗസ്ത്യ മുനി തന്നെയാണ്, ശരിയാ. ഓ ഇത് അഗസ്ത്യർ അതിൻ്റെ അടുപ്പിച്ചുകൊണ്ട് അത് കണക്ട് ചെയ്ത കാര്യങ്ങൾ കുറേ ഉണ്ട് അല്ലേ. എവിടെ ഇപ്പം നമ്മൾ പോണ സ്ഥലത്താ? ആ ഓക്കെ, അതാണ് മറ്റേ 3 ദിവസം എടുത്തിട്ട് ട്രാക്ക് ചെയ്തിട്ട്. ഒരു ദിവസം പോകണം, സമയമാണ് പ്രശ്നം. പോകണമെന്നുണ്ട് എനിക്ക്. നമ്മുടെ ഇന്നലെ കണ്ട മീൻ പിടിച്ചപ്പോൾ ചേട്ടല്ലേ, ചേട്ടൻ അവിടെ പോയി വ്രതം എടുത്ത് പോകുന്ന പറഞ്ഞല്ലേ. ആൾക്കൊന്നും ആരും ആവശ്യം ഉണ്ടാവില്ല, അയാളിനായിരിക്കും ഗൈഡ് ചിലപ്പോൾ. പണ്ട് തന്നെ ഞാൻ പറഞ്ഞു അപ്പൂപ്പനൊക്കെ ഇതുപോലെ സ്ഥിരം പോകും. അപ്പൂപ്പനെ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്, കാട്ടിലൊക്കെ പോയി താമസിച്ച് ഉണ്ടാക്കി കഴിച്ച്. പണ്ട് ഈ ചെക്ക് പോസ്റ്റ് ഗൈഡ് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ സർക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അതെ 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 അതെ, നൈസാട്ടോ. നീ എടുത്ത വണ്ടിന്നാ, ഞാൻ കുറച്ച് അങ്ങോട്ട് പോകാം. നമ്മൾ ഒരുപാട് എയർപിൻ ബെൻഡൊക്കെ കയറിയിട്ടാണ് കേട്ടോ ബോണക്കാടിൻ്റെ മുകളിലേക്ക് എത്തുക. ഭയങ്കര രസമുള്ള ഫ്രെയിംസാണ്, പോണ വഴിക്ക് കാണുന്ന കാഴ്ചയൊക്കെ അതിമനോഹരമായ കാഴ്ചയാണ്. ചില സ്ഥലത്ത് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടേക്കോ പോയ പോലെ തോന്നും. അഗസ്ത്യാർകൂടം ഇതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് വരിക. അതിലേക്ക് പോണ റൂട്ടും ഈ റൂട്ടും ഒരേ സെയിം റൂട്ടാണ്. ഒരു പോയിന്റിൽ നിന്ന് ഒരു ഡൈവേർഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇത് മാരക ഫ്രെയിമാ, അടിപൊളി. അതെ ഞാൻ ആ പോയ റൂട്ട് എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം കേട്ടോ ഫർദറായിട്ട് പോയത്. കാരണം ഞങ്ങൾക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കായിരുന്നില്ല, ഞങ്ങളുടെ ഡൈവേഷൻ കുറച്ച് മുന്നേ ലെഫ്റ്റിലേക്കായിരുന്നു. ഈ റൂട്ട് നേരിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ദൂരം പോയ ഒരു സ്ഥലത്ത് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ടോക്കണൊക്കെ എടുത്തിട്ട് അഗസ്ത്യാർകൂടത്തിന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അത് 3 days പാക്കേജ് അങ്ങനെ എന്തോന്ന് ഞാൻ കേട്ടത്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് കുറേ വണ്ടി ഞങ്ങളുടെ മുന്നിലിങ്ങനെ വന്നിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 3 ദിവസം മാറ്റി വെക്കണം, പിന്നെ നടക്കണം, അതിൻ്റെ ഉള്ളിൽ ടെൻറ്റൊക്കെ അടിച്ച് കിടന്നിട്ട് അങ്ങനെ അതിൻ്റെ ക്യാമ്പൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്യാമ്പിംഗ് സെറ്റപ്പൊക്കെ ഗവൺമെൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എത്ര ഒരു ഫീസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. എപ്പോഴെങ്കിലും ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്ര അടുത്ത് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്, തിരിച്ചു പോന്നു. ബോണക്കാടിക്ക് പോണ റൂട്ട് ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് ട്രൈബ്സ് പോലത്തെ ആൾക്കാർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലെത്തിയപ്പോൾ. അവിടെ ആക്ച്വലി ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സമരം കാരണം അത് നിർത്തി വെച്ചു. പണ്ടേതോ സാഹിബാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തതെന്നൊക്കെയാണ് കേട്ടത് കേട്ടോ. ആ സാഹിബിൻ്റെ ബംഗ്ലാവ് ഇതിൻ്റെ ഏറ്റവും മുകളിലുണ്ട്. അതാണ് ഇപ്പോൾ ഗോസ്റ്റ് ബംഗ്ലാവ് എന്ന് അറിയപ്പെടുന്നത്. ആക്ച്വലി അയാൾ ചെയ്ത ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു ബംഗ്ലാവിൻ്റെ മുന്നിലുള്ള വ്യൂ ഉണ്ടല്ലോ, ആ ഭയങ്കര രസമാണ് കേട്ടോ. താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്ന അക്കോമഡേഷൻ കാണാം. പിന്നെ ഈ ടീ പ്ലാന്റേഷൻ കാണാം. എനിക്ക് തോന്നുന്നു അന്ന് പുള്ളി വല്ല മറ്റേ ബൈനോക്കുലറൊക്കെ ഉപയോഗിച്ചായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അയാൾ ഭയങ്കര ഭംഗിയുള്ളൊരു സെറ്റപ്പായിരുന്നു. അയാൾ എങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തു ആ കാലത്ത് എന്നുള്ളത് ഭയങ്കര ഒരു വണ്ടർ തന്നെയാണ്. 2 മരമുണ്ട് ഇയാളുടെ ബംഗ്ലാവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും. എനിക്ക് ആ മരത്തിൻ്റെ പേരറിയില്ല, അത് ഇമ്പോർട്ടഡ് ആണ്. ആ മരം വേറെ എവിടെയും ഞാൻ കണ്ടില്ല. പ്രത്യേക ഭംഗി, നല്ല ഉയരത്തിൽ കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ ഗോസ്റ്റ് ബംഗ്ലാവ്. ഞങ്ങൾ പോയപ്പോൾ അവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ കാട്ടുനായ്ക്കൾ കുറച്ചുണ്ടായിരുന്നു പോണ വഴിക്ക്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വരിക ചെയ്ത്. അവിടെ പോയിട്ട് ആ സ്ഥലത്ത് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഇരുട്ടാവണ വരെ ഞങ്ങളവിടെ നിന്നു. ഭയങ്കര ഭംഗി തന്നെയായിരുന്നു ആ സ്ഥലം കാണാൻ. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു കുളിർമ തോന്നാറുണ്ട്. നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരാറായപ്പോൾ. കാണേണ്ട സ്ഥലം തന്നെയാണ്. ഈ ഇൻഫിനിറ്റി പൂൾ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു വ്യൂ ആണ് ആ ലാൻഡ്സ്കേപ്പ്. ഈ ഗ്രാസ് അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി ആയിട്ട് അത് അങ്ങനെ ഇതാവും. അതിൻ്റെ അവിടുത്തെ താഴ്ത്തിക്കാണ്. ആ വ്യൂ ആണ് അവിടുത്തെ പ്രത്യേകത. യാതൊരു തടസ്സമില്ലാണ്ട് നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അന്നത്തെ കാലത്ത് ഈ സായിപ്പൊക്കെ ആ ഭാഗത്ത് ഇരുന്നിട്ടായിരിക്കും ഈ സ്ഥലമൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര യോഗമുള്ള ആൾക്കാരാണ്. എത്ര കാലം ജീവിച്ചു ആ സ്ഥലത്ത് നമുക്കറിയില്ല. എന്നാൽ ആ ജീവിച്ച കാലം ഉണ്ടല്ലോ, രാജയോഗം തന്നെ ആയിരിക്കും അവർക്ക് ആ സ്ഥലത്ത്. ഒരു രക്ഷയില്ല, നിങ്ങൾ പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താ പറയുക,
ഗോസ്റ്റ് ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ അത്. പണ്ട് GB25 ബംഗ്ലാവ്. അപ്പോൾ ഇത് പണ്ട് സായിപ്പ് കെട്ടിയ ഒരു സ്ഥലമാണ് ഈ ബംഗ്ലാവ് കേട്ടോ. ഈ സ്ഥലം പറഞ്ഞാൽ ഒരു രക്ഷ സ്ഥലമാണ്. ഒരു അത്യാവശ്യം ഇങ്ങനത്തെ ഒരു വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എളുപ്പം ഉണ്ടാവുക. കണ്ടോ, വേറെ ആരുമില്ല, നമ്മുടെ ഒരു വണ്ടി മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ കേട്ടോ. നോക്കുക സ്ഥലം നോക്കുക. ഈ അന്നത്തെ കാലത്ത് സായിപ്പന്മാർ ഇവിടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് കാണാനുള്ള സെറ്റപ്പ്. അതായത് അവിടെ ടീ പ്ലാന്റേഷനാണ് ആ കാണുന്നത് കേട്ടോ. കാണണ്ട നോട്ടെ, ഇത് കണ്ട, ഇതാണ് ടീ ഫാക്ടറി കണ്ട ആ ഭാഗം ഫുൾ. അതായത് എങ്ങനെ കാണിക്കുക, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഡാം സ്ഥലം. നോക്കി, ഞങ്ങൾ മാത്രമേ, ഞാനും അമിത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് ബംഗ്ലാവിനെ നോക്കിയേ. അപ്പോൾ അമിത്, ഇതാണ് പ്രേത ബംഗ്ലാവ്. നമുക്ക് ഒന്ന് പോയി നോക്കാം എന്തായാലും. കയറുമ്പോൾ തന്നെ വുഡൊക്കെ വെച്ച് കത്തിക്കുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. ഇവിടെ അങ്ങനെ ഇരുന്ന് ഈ കാഴ്ച അല്ലേ സംഭവം കേട്ടോ. ഒരു മഴ പെയ്തിട്ടല്ലേ, കെട്ട് സ്ട്രോങ് ആയിട്ട് ഇതൊന്നും ആയിട്ടില്ല. പ്രേതത്തിൻ്റെ ഫോട്ടോ കണ്ടോ, ഇതാണ് കേട്ടോ. കണ്ടോ, നന്നായി മൂത്ത്. ആനയുടെ സ്മെല്ലുണ്ടോ? ആനയുടെ സ്മെല്ല് ഫീൽ ചെയ്യുന്ന പശുക്കല്ല, പശു ചാനൽ. ഓ, ഇത് ഡബിൾ സൈഡ് യൂസ് ചെയ്യുന്ന പോലെ ചെയ്തോ എനിക്ക്. അല്ല, ഇത് വേറെ ഒന്നും അല്ല. ഓരോ റൂമിലേക്കും ചെയ്ത് ചെയ്യുക. തണുപ്പും കൂടെ അടിക്കാൻ വേണ്ടിട്ട്. ഇത് കണ്ട ഫുള്ള് ഗ്ലാസ് ആയിരുന്നു, എല്ലാം പൊട്ടിച്ച എല്ലാ മുറിയിലും ഗ്ലാസ്സാണ്. ഇത്രയും വലിയ ഗ്ലാസ്. അതെല്ലേ, 4 സൈഡിൽ വ്യൂ കിട്ടാൻ വേണ്ടിട്ട്. പ്രേത ബംഗ്ലാവ് ഗൈസ്, പ്രേത ബംഗ്ലാവ്. ഈ സ്ഥലം മനസ്സിലേ നിൽക്കുന്നില്ല. അതിൻ്റെ പേര് പറഞ്ഞാൽ അല്ല, ബോണക്കാട് ഗോസ്റ്റ് ബംഗ്ലാവ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ഇടും അല്ലേ. ബോണക്കാട്ട് ഗോസ്റ്റ് ബംഗ്ലാവ്. ആരും, ഞങ്ങൾ 2 പേരും മാത്രം അല്ലേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണ്ടേ, നമ്മൾ ബോണക്കാട്ട് ഗോസ്റ്റ് ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കില്ല, അതെടുക്കണം. ഓക്കെ, പോലെ എന്നാ വണ്ടിയേ ഈ ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്ന്. അതിപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. എന്താ മെറ്റീരിയൽ നോക്കാനാ ആ കാലത്ത്. റിനോവേറ്റ് ചെയ്തിട്ടുണ്ടാവും അത്. കാരണം കണ്ടിട്ട് എന്തൊക്കെയോ റിനോവേഷൻ്റെ ഒരു മണടിയുണ്ട്. റിനോവേറ്റ് ചെയ്യണ ചെയ്യണ്ട. ഇവിടുന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഈ ബംഗ്ലാവിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ബ്രോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കോട ഇറങ്ങിയിട്ട് കുന്നൊന്നും പേരായിട്ട് കാണാനില്ല, ഫുള്ള് കോട കേട്ടോ. ഇവിടുത്തെ വ്യൂ സൂപ്പർ കേട്ടോ. എങ്ങനെ ഇപ്പോൾ കാണിക്കുക ലാൻഡ്സ്കേപ്പ് എനിക്ക്. ഇത് ബംഗ്ലാവ്, ഇതിങ്ങനെ സ്ഥലം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു തിട്ട, അത് കഴിഞ്ഞാൽ ദൂരെ ഫുൾ വ്യൂ ആണ്. ഇങ്ങനെ നല്ല കോടയൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അടിപൊളി വ്യൂ. പൊന്മുടിന്ന് പോനേ തോന്നില്ല. എല്ലാവരും വാങ്ങ ഹോട്ടൽ ബ്രീസ് സാപ്പാട് ബിരിയാണി അല്ല, ബിരിയാണി റൈസ് ബീഫ് ഒരു പുടി പിടിക്കാം. നമ്മൾ ബോക്കാട്ടി അല്ല പാരീസിലെ ബോണക്കാട് ഗോസ്റ്റ് ബംഗ്ലാവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ബംഗ്ലാവിലെ ചേച്ചി എങ്ങാനും ഇറങ്ങി വരുമെന്തോ ബീഫിൻ്റെ സ്മെല്ല് കേട്ടിട്ട്. എന്നാ ഗംഭീരായി. നമ്മുടെ ഏട്ടൻ്റെ ബീഫ് കേട്ടോ, ചോറ്, ബീഫ്. ആ കപ്പയുണ്ടാ? കപ്പ് നോക്കിയാ ഇങ്ങനത്തെ കപ്പട ടേസ്റ്റ് പോലെ. ശരിയാണോ? ഇപ്പോഴും ചൂടുണ്ട്. അപ്പം അങ്ങ് ഫസ്റ്റ് എൻട്രി നമ്മളല്ലേ അല്ലേ ഇന്നത്തെ ബോണി കൈനീട്ടം. അതാണ് അവര് തൊഴുതിട്ടൊക്കെ വാങ്ങിച്ചില്ലേ പൈസ. നമ്മളായിരുന്നു കേട്ടോ ആദ്യത്തെ കസ്റ്റമർന്ന്. ഞാനേ ബീഫ് നിർത്തിയതായിരുന്നു, യൂറിക് ആസിഡ് ആയിരുന്നു. ഇന്നലെ ബീഫ് കഴിച്ചു ഇതേപോലെ. പക്ഷെ ഇന്നിപ്പോ ഈ മഴ പെയ്യണ്ടോ? ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. സൂപ്പർ, ഒന്നും പറയല. അടിപൊളി. ഇന്നലത്തെ ഡ്രൈ ആയിരുന്നു അല്ലേ. ഇത് വറ്റിച്ചതാ. ഇത് കാണിച്ചു കൊടുക്കണേ. വിറകടുപ്പിൽ കിടന്ന്. ഓ, എന്ത് സോഫ്റ്റ് ആണെന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. വേണ്ട. ഇതുവഴി നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ആ സുരേന്ദ്രേട്ടൻ്റെ ഹോട്ടലിൽ ഭക്ഷണം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കുറഞ്ഞു പോകും. സുരേന്ദ്രേട്ടൻ്റെ ഫുഡിൽ പുള്ളിയുടെ സ്നേഹം, പുള്ളിയുടെ സത്യസന്ധതയും എല്ലാം മിക്സായൊരു ഫുഡാണത്. കാരണം അത് നിങ്ങൾക്ക് കഴിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും പറയില്ല, നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും കഴിച്ചു നോക്കുക. സുരേന്ദ്രേട്ടൻ്റെ ആ പൊതിലുണ്ടായിരുന്ന ചോറാണെങ്കിലും ബീഫാണെങ്കിലും പുളിശ്ശേരി ആണെങ്കിലും കപ്പയാണെങ്കിലും ഒക്കെ കഴിക്കേണ്ട ഒരു ഭക്ഷണം തന്നെയാണ്. ഇനിയൊന്നും അടുത്ത ജനറേഷനത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. മൂപ്പരൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ അതൊക്കെ അവിടെ തീർന്നു കേട്ടോ. മക്കൾ മതി ചേട്ടന്. അതറിയത്തില്ല.
വൈഫ് അത് ആ പുള്ളി കടയിൽ ദേശീയക്കാരനാണ്. ചിലപ്പോൾ ചില നേരം വല്ലാത്ത സംസാരമാണ്, ചിലപ്പോൾ ദേഷ്യം വരികയൊക്കെ ചെയ്യും. ആ ആദ്യം നമ്മൾ പോയപ്പോൾ അതാണ് ഒരു വലിയ ഇതൊന്നുമില്ല. പിന്നെ സ്നേഹമല്ലോ. ആ അങ്ങനെ ഞാനും അമിത്തും കൂടി ബോണക്കാട്ടിലെ ഗോസ്റ്റ് ബംഗ്ലാവിലിരുന്ന് സുരേന്ദ്രൻ്റെ ഫുഡും കഴിച്ചിട്ട് പുറപ്പെട്ടു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കുളിച്ചിട്ടാണ് പോയത്. ബോണക്കാട് ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്തൊരു സ്ഥലമായി മാറി കേട്ടോ. കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം, ക്രൗഡും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും പ്രകൃതിനെ ആസ്വദിക്കാനും ഒരു ശബ്ദമോ വേറൊരു പൊല്യൂഷനും ഇല്ല ഒരു രീതിയിലും. എനിക്ക് പൊതുവേ സോളോ ആയിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് ഭയങ്കര രസമാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ കമ്മിയാണല്ലോ സ്ഥലങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും പറ്റുകയാണെങ്കിൽ അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരിക്കലും. ഈ ഗോസ്റ്റ് ബംഗ്ലാവിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. കാരണം പോണ സമയത്ത് നമ്മളവിടെ വണ്ടികളൊക്കെ നിൽക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്ക് ഇരുട്ടി തുടങ്ങി, ആൾക്കാരൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോയി കുളിച്ചു, തിരിച്ചു വന്നപ്പോൾ പോലീസൊക്കെ വന്നു. പക്ഷേ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഒരു വിധ ചൊറയില്ല. നല്ല ആൾക്കാരായിരുന്നു അവിടുത്തെ ആൾക്കാർ. പോലീസുകാരൊക്കെ നമ്മളോട് കാര്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഇപ്പോൾ പാലക്കാട് നിന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായി തോന്നി. ഓക്കെ, നല്ലൊരു സംഭവം, ട്രിപ്പൊക്കെ ഇങ്ങനെ പോകുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വൈബുള്ള ആൾക്കാർ. പാലക്കാട് നമ്മളെല്ലാം കഴിഞ്ഞു കേട്ടോ, തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുളിക്കാമെന്ന് കരുതി. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെ. ചെറുതല്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. വെള്ളത്തിരി കമ്മിയാണ്, എന്നാലും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പണ്ട് കുട്ടാളം പോകാനൊക്കെ സൂപ്പർ വെള്ളം ഉണ്ടെന്ന് പറയാം. അവിടെയാണ് അതിൻ്റെ ആ സ്പോട്ട് കേട്ടോ. അവിടുന്ന് ആൾക്കാർ കുളിച്ചിരുന്നത്. ഓ, നല്ല വെള്ളച്ചാട്ടം കേട്ടോ അവിടെ. അടിപൊളി വെള്ളമായിരുന്നു കേട്ടോ. നല്ല തണുത്ത് തെളിഞ്ഞ വെള്ളം. നന്നായിട്ടൊന്ന് കുളിച്ചു, ഡ്രസ്സൊക്കെ തിരുമ്പി. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു വരിക ചെയ്തത്. നല്ല തണുപ്പാട്ടോ, സമയം എത്രയായി കാണും? സമയം 5:30. എല്ലാവരും പോയി, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നലെ ഒരു മറ്റേ പുഴയെ കുളിക്കാൻ പറ്റി, ഇന്നും കുളിക്കാൻ പറ്റി. തിരുമ്പിയിട്ട് ഇന്നലത്തെ ഡ്രസ്സാണ്. നമ്മൾ വണ്ടിയിൽ അയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം തോന്നിയിടണം. സൂപ്പറായിരുന്നു കുളി, ഗംഭീരമായിരുന്നു. നമ്മൾ ഇതാണ് അമലിനോട് ബൈ ബൈ പറയേണ്ട സമയമായി. അമിത് നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അവിടുന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് കുളിച്ചിറങ്ങി വന്നത്. സ്കാർലറ്റ് ചേച്ചിയുടെ ചായക്കട കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ ചായക്കട അല്ലേ? പണ്ട് മുതലുള്ള ചായക്കട ചേച്ചിയുടെ അല്ലേ? അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ചിക്കൻ കറി, പുട്ടൊക്കെ റെഡി ആക്കി തരും, എല്ലാം റെഡിയാക്കും. എങ്ങനെയാ പറയാ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോ പറഞ്ഞു പോകണം. അപ്പൊ തിരിച്ചു വരുമ്പോ കുളിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ റെഡിയാക്കി സെറ്റ് ചെയ്യും. അമിത് ഓൾറെഡി ചേച്ചിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? നല്ല ഫുഡാണ്, സെറ്റാണ്. ഓക്കെ, ചായ അങ്ങനെ ചായ തീരാ. ആ, ഇതാണ് നമ്മൾ പോകുമ്പോ കണ്ടാ ബോർഡില്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നീതു എന്നല്ലേ? നിങ്ങൾ സ്കാർലറ്റ് എന്ന് പറഞ്ഞ എന്റെ പേര്, അത് എന്റെ പേരക്കുട്ടിയെ പേര്. ഓ, അത് ശരി, നീതു. ചേച്ചിയുടെ പേരക്കുട്ടിയുടെ പേരില്ല കേട്ടോ കട, നീതു ടീ ഷോപ്പ്. അപ്പോൾ ഇവിടെ വരുന്ന എന്തെങ്കിലും ചേച്ചി എടുത്ത് വന്നിട്ട് ചായയോ ചിക്കൻ കറിയോ പുട്ടോ ഒക്കെ കഴിച്ചു പോയിക്കോ. ഓക്കെ, ഞങ്ങൾ വന്ന സമയം ശരിയല്ലേ? ഞങ്ങൾ ഓൾറെഡി നമ്മൾ മറ്റേ ചേട്ടൻ്റെ അടുത്ത് ബീഫും ചോറായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തായാലും പറ്റില്ല. നിങ്ങളെല്ലാവരും വന്നിട്ട് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യും, ചേച്ചിൻ്റെ സാധനം കഴിക്കുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ആ, ചിക്കൻ വാങ്ങിച്ചു. ആ, നിങ്ങൾ ചിക്കൻ മേടിച്ചൊന്ന് കൊടുത്താൽ അവർക്ക് ഇനി പെട്ടെന്ന് ആക്കാൻ പറ്റും അല്ലേ? ബാക്കി മല്ലിപ്പൊടി മുളക് എണ്ണയെന്ന് വെച്ചല്ലോ. അവർക്ക് അല്ലെങ്കിൽ ടൗണിൽ പോകണമെങ്കിൽ കുറെ ദൂരാ. അപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ ആംബിയൻസ് ഉണ്ടോ, ഇവിടെ ഇരുന്നൊക്കെ കഴിക്കുകയും ചെയ്യാം അല്ലേ? ഈ സമയത്തൊക്കെ ശരിക്കും ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഭയങ്കര രസമായിരിക്കും. ഓക്കെ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആരിലൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ ബന്ധപ്പെടും ചിലപ്പോൾ. ഓക്കെ, ശരി. ആ, നമ്പർ പറഞ്ഞോ. 97 ആ 47 49 56. ഓക്കെ, നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വിളിക്കും നിങ്ങളെ കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. എൻ്റെ വക ഗിഫ്റ്റ് ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി ഇത്ര അല്ലേ? അല്ല പറഞ്ഞേ, നല്ല ഇഷ്ടമായി കണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പഴം തന്നു. 2 എനിക്ക് 1 മാത്രം അവനും. മതി മതി, തമാശ തന്നോ. ഓക്കെ, ശരി ചേച്ചി,
ഞങ്ങള് ഫാമിലി ആയിട്ട് ഞാൻ വരും, എന്റെ വൈഫും കുട്ടികളായിട്ട്. അപ്പൊ ഞാൻ എല്ലാവരും വരും. അപ്പൊ നിങ്ങളെ കൊണ്ട് ചിക്കൻ കറി ഉണ്ടായി ചെയ്യാം. ശരി ചേച്ചി, ഞങ്ങൾ ഇനി ഇറങ്ങാം കേട്ടോ, കുറെ ദൂരം പോളാ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ താമസിച്ച ലോഡ്ജിലേക്ക് തിരിച്ചെത്തി. അമിതിന്റെ അടുത്ത് ബൈ ബൈ പറയുന്ന സമയട്ടാ. ഓക്കെ അമിത, അമിത എനിക്ക് ഞാൻ ഇപ്പൊ ഇവിടെ നേരെ ട്രിവാൻഡ്രം ലുലു പോയിട്ട് കുറച്ച് സാധനം നമ്മുടെ ബാഗ് മിസ്സായില്ലേ, ചാർജിങ് വരെ എല്ലാം പോയില്ലേ. അപ്പോൾ ചാർജിങ് കയ്യിലൊക്കെ വാങ്ങിക്കണം. അവിടെ നിന്ന് അവിടെ റൂം എടുത്ത് താമസിച്ച് നാളെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പിന്നെ അവിടെ നേരെ വിവേകാനന്ദ പാർക്കിൽ പോകാനാണ് പ്ലാന്. ജ്യേഷ്ഠൻ ഫ്രീ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം, എന്നാലും നമ്മൾ കണ്ടില്ലേ അവൻ്റെ അടുത്തേക്ക്. അപ്പൊ അമിത, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ ശരി ബ്രോ, ബൈ ബൈ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അമിതിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. നല്ല രസമായിരുന്നു 2 ദിവസം അമിതിൻ്റെ കൂടെ, ശരിക്കും എൻജോയ് ചെയ്തു. എൻ്റെ ട്രാവൽ ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. ഈ പറഞ്ഞ ആനപ്പാറ ഡാം സൈറ്റ് ആണെങ്കിലും തവയ്ക്കൽ വാട്ടർഫോൾസ് ആണെങ്കിലും പൊടിയക്കാല പേപ്പാറ ഡാം, അതേപോലെ ഗോസ്റ്റ് ബംഗ്ലാവ്, ബോണക്കാട്, എന്തായാലും തീരെ എക്സ്പെക്ട് ചെയ്യാതെയാണ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ പോയത്. എന്തായാലും അമിതിനോട് ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെയൊക്കെ എന്നെ കൊണ്ടുപോയതിൽ. ഇതിന് ശേഷം നേരെ ജേക്കിയുടെ വീട്ടിൽ പോയി താമസിച്ച് അവിടെ നേരെ വിവേകാനന്ദ പാർക്കിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മൈ ഗൈസ്. ഇപ്പോൾ 1 മണിയായി കേട്ടോ. ഞാൻ എവിടെയല്ലാന്ന് അറിയാം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പത്മനാഭസ്വാമി ടെമ്പിൾ. ഇനി ഇവിടെ നിന്ന് കന്യാകുമാരി പോലെ പ്ലാനിലാണ്. നമ്മളിപ്പോൾ നേരെ വിടുകയാണ്. ഇവിടുത്തെ ഒരു പാലസ് ഒന്നും കാണുന്നുണ്ട്, പക്ഷേ എന്തായാലും നടന്നില്ല, അത് അടച്ച്. ഇനി മറ്റേ പോണവയ്ക്ക് വലിയൊരു പാലസ് ഉണ്ട്, അത് വാൻസ്റ്റാണ്. അങ്ങനെ ജയകൃഷ്ണ ഉണ്ട് കൂടെ. ഇന്നലെ അമിതായിരുന്നു, ഇന്ന് ജയ ഉണ്ട്. എനിവേസ് പോലെ എന്നാ